പൊരുത്തപ്പെട്ട അടിയാറുകൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉത്തമ ഉമ്മത്തുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആ മുത്തുനബിയോട് വല്ലാത്ത ഇഷ്ടവും വല്ലാത്ത ആകർഷണവുമുള്ള ഒരു ഖൽബ് അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. നമ്മുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെയും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. സ്വലാത്ത് മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ഈമാൻ വലിയ തിളക്കമുള്ള ഈമാനാക്കുമാറാകട്ടെ. ദുനിയാവിൻ്റെ ആഡംബരങ്ങളിലും പ്രസരിപ്പുകളിലും പെട്ട് മയങ്ങുന്ന, അതിൽ ഈമാൻ ചോർന്നു പോകുന്ന ഒരു ദുരവസ്ഥ അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ. ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഈമാൻ, അതിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വലിയൊരു ഭാഷണമല്ല, ഒരു കഥ പറഞ്ഞുകൊണ്ട് പോകാൻ നോക്കാം. മുമ്പ് ഒരു സ്ഥലത്തൊരു രാജാവ് ഉണ്ടായിരുന്നു. പണ്ടൊരു പുരമൂമൻ ഉണ്ടെന്ന് പഴയ കഥകൾ പറയുമല്ലോ, അതുപോലെ ആ രാജാവിന് 4 ഭാര്യമാരുണ്ടായിരുന്നു. ഇരിക്കണവരാരും കൊതിക്കണ്ട, പറയണ വെറുതെ. രാജാവിന് 4 ഭാര്യമാരുണ്ടായിരുന്നു. 4ാമത്തെ പെണ്ണിനോട് രാജാവിന് വലിയ ഇഷ്ടമായി. അപ്പോ 4ാമത്തെ പെണ്ണിനോട് വലിയ ഇഷ്ടമാകുമ്പോ, കാരണം അത് പുതിയതാണല്ലോ, ആ പെണ്ണിനെ തൃപ്തിപ്പെടുത്താൻ രാജാവ് എന്തും ചെയ്യും, എന്തും വാങ്ങിക്കൊടുക്കും, എത്ര പൈസ ചെലവഴിക്കും, എന്തൊക്കെ അധ്വാനിക്കാൻ പറ്റും. മനസ്സിനെ ഒരു നിമിഷം പോലും വിഷമിപ്പിക്കാതെ അവരെ കാത്തു സൂക്ഷിക്കുമായിരുന്നു ആ രാജാവ്. ശ്രദ്ധിച്ച് ഓർമ്മിച്ച് വെക്കണേ. ഞാൻ പിന്നീട് ചോദിക്കും, 1ാമത്തോളം എങ്ങനെ നോക്കണം, 2ാമത്തോളം എങ്ങനെ നോക്കണം എന്നൊക്കെ ചോദിക്കും. അപ്പൊ 4ാമത്തെ പെണ്ണിനോട് വലിയ ഇഷ്ടമാണ്. ആ പെണ്ണ് തൃപ്തിപ്പെടുത്താൻ രാജാവ് എന്തും ഏതും ചെയ്യും, എത്രയും ചെലവഴിക്കും, എന്ത് വിഷമങ്ങളും സഹിക്കും. 3ാമത്തെ പെണ്ണിനും രാജാവിന് വലിയ ഇഷ്ടമായിരുന്നു. 3ാമത്തെ പെണ്ണിനോട് രാജാവിന് വലിയ ഇഷ്ടമായിരുന്നു. സ്നേഹിക്കും, അവന്റെ അടുത്തൊക്കെ പോവും. എങ്കിലും രാജാവിന്റെ മനസ്സിൽ അവളുടെ ആ ഇഷ്ടവും സ്നേഹവും സഹകരണവും കാണുമ്പോൾ അവൾ എന്നെ ഇട്ടേച്ച് എന്നായാലും പോവും എന്ന് ഒരു തോന്നലുണ്ടായിരുന്നു ആ രാജാവിന്റെ മനസ്സിലുണ്ട്. അപ്പൊ അങ്ങനെ തോന്നിയാൽ പിന്നെ അതിൻ്റെതായ ഒരു പരിഗണനയല്ലേ ഉണ്ടാവുള്ളൂ. 2ാമത്തെ ഭാര്യ അത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ലെങ്കിലും രാജാവിന് വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോ ഓടിച്ചെല്ലുന്നത് ഈ 2ാമത്തെ ഭാര്യയുടെ അടുത്താണ്. അവിടെ ചെന്നാൽ രാജാവിന്റെ വിഷമങ്ങളൊക്കെയും ആ പെണ്ണ് കേൾക്കും. രാജാവിന് അതിന് സമാധാനം പറഞ്ഞു കൊടുക്കും, ആശ്വസിപ്പിക്കും. ഇങ്ങനെയുള്ള ഗുണങ്ങൾ. വിഷമം വരുമ്പോൾ മാത്രമേ രാജാവ് ആ പെണ്ണെടുത്ത് പോവാറുള്ളൂ. അപ്പോഴൊക്കെ ആ പെണ്ണ് സഹകരിക്കാറുണ്ട്. ഇപ്പൊ 3 പെണ്ണിനെ പറഞ്ഞു. 1 വലിയ ഇഷ്ടമാണ്, എന്തും ആ പെണ്ണിനെ തൃപ്തിപ്പെടുത്താനും വേണ്ടി ചെയ്യും. 2ാമത്തെ പെണ്ണ്, 3ാമത്തെ പെണ്ണ്, അത് 4ാമത്തെ പെണ്ണാണ്. 3ാമത്തെ പെണ്ണ് വലിയ ഇഷ്ടവും കാര്യങ്ങളൊക്കെ ആണെങ്കിലും എന്നെങ്കിലും അവൾ എന്നെ ഉപേക്ഷിച്ച് പൊക്കളയുമോ എന്നൊരു സംശയം അവളുടെ മനസ്സിലുണ്ടായിരുന്നു രാജാവിൻ്റെ. 2ാമത്തെ ഭാര്യയാണെങ്കിൽ രാജാവിന് വിഷമഘട്ടങ്ങളിൽ ഓടിച്ചെല്ലാനുള്ള ഒരു ഇടം മാത്രമായിരുന്നു. അവിടെ ചെന്നാൽ രാജാവിന്റെ സങ്കടങ്ങളൊക്കെ ആ ഭാര്യ കേൾക്കും, സമാധാനം പറയും, ഒക്കെയാണ്. ഇപ്പൊ 3 ഭാര്യമാരെ മനസ്സിലായോ? ഒന്നുകൂടെ പറയണ്ടല്ലോ. ആദ്യത്തെ ഭാര്യ, ഏറ്റവും ആദ്യത്തെ 1ാം ഭാര്യ രാജാവിനെ ഒട്ടേറെ സ്നേഹിച്ചിരുന്ന പെണ്ണാണ്. ആ രാജാവിനെ ഭരണത്തിലൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുത്തിട്ടുണ്ട്. അയാളെ പൊന്നെ പോലെയൊക്കെ നോക്കിയൊക്കെ ആയിട്ടുണ്ടെങ്കിലും ആ ആദ്യത്തെ പെണ്ണിനോട് ഈ രാജാവിന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു.
പക്ഷെ ഒരു കാലത്ത് രാജാവിന് തണലും താങ്ങും ഒക്കെയായി എല്ലാ വിഷയങ്ങളും ഇടപെട്ടിരുന്നവളാണ് ആദ്യത്തെ ഭാര്യ. അപ്പൊ ആദ്യത്തെ ഭാര്യ എങ്ങനെ, രണ്ടാമത്തെ ഭാര്യ എങ്ങനെ? ആവശ്യം വരുമ്പോ ഓടിച്ചെല്ലാനുള്ളവളായിരുന്നു അല്ലെ? വിഷം വരുമ്പോ. മൂന്നാമത്തെ ഭാര്യയോ അല്ല, ഇഷ്ടമൊക്കെ തന്നെയാണ്, എങ്കിലും അവള് ചിലപ്പോൾ പൊക്കളയൊരു തോന്നലുണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെതായ ഒരു കുറവ്. നാലാമത്തെ പെണ്ണ് എല്ലാ അർത്ഥത്തിലും അയാളേന്ന് പറഞ്ഞ് കിടക്കുമെന്നുള്ള രീതിയിൽ അങ്ങേയറ്റത്തെ സ്നേഹവും ഇഷ്ടവും ഒക്കെയായിരുന്നു നാലാമത്തെ ഭാര്യ. ഇങ്ങനെ കുറെ കാലം കഴിഞ്ഞുപോയി. അങ്ങനെ ഇരിക്കവേ രാജാവിന് ഒരു രോഗം വന്നു. ആ മനുഷ്യൻ ഏകദേശം തഴവാനായി ക്ഷീണിച്ച് അവശനായി ഇങ്ങനെ ഇരിക്കുമ്പോ നീ ആചരം മരിച്ചു പോവോ എന്നൊരു തോന്നല് ആ ഭർത്താവിന് വരികയും അയാൾ ഏറെ ഇഷ്ടമുള്ള, അയാൾ എന്തും സഹിച്ച് തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ച നാലാമത്തെ ഭാര്യയെ, പുതിയ ഭാര്യ, നാലാമത്തെ ഭാര്യയെ കണ്ട് അടുത്ത് വിളിച്ച് ചോദിച്ചു, മോളെ, നിന്നെ ഞാൻ ഒരു വാക്ക് കൊണ്ടുപോലും, ഒരു കുത്തുവാക്ക് കൊണ്ടുപോലും വേദനിപ്പിച്ചിട്ടില്ല. നിന്റെ ഇഷ്ടങ്ങൾ ഒന്നുപോലും ഞാൻ നിറവേറ്റാതിരുന്നിട്ടില്ല. നിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നിന്റെ എല്ലാ ഇഷ്ടങ്ങളും ഞാൻ സാധിച്ചു തന്ന് ഒരു നിമിഷം പോലും നിന്നെ ഞാൻ വിഷമിപ്പിക്കാതിരിക്കുന്നു. എന്നാൽ നീ എനിക്ക് പ്രത്യുപകാരം ചെയ്യാൻ തയ്യാറാകുമോ എന്ന് ചോദിച്ചു. ആ ഭാര്യ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് എന്നെ കയ്യെ കൊണ്ടാണ് ചെയ്യും. ശരി, ഞാനിതാ മരിക്കാൻ പോവാണ്. ഞാൻ മരിച്ചാൽ എന്റെ മണ്ണറയിൽ കൂട്ടായി നീ വരുമോ എന്ന് നാലാമത്തെ ഭാര്യയോട് ചോദിക്കുവാണ്. ഇപ്പൊ ജീവിതത്തിൽ അത്രയേറെ നമ്മളെ ജീവിതമാണ് ഈ പറയണേ. അത്രയും ഗൗരവത്തോടെ ചിന്തിക്കണത്. ഇതൊരു ഉദാഹരണ കഥ മാത്രമാണ്. അത്രയേറെ ജീവിതത്തിൽ നമ്മൾ വളരെ താല്പര്യം കൊടുത്ത് ഒരനിഷ്ടവും വരുത്താതെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടുവന്ന നാലാമത്തെ ഭാര്യയുടെ വാക്ക്, ഒറ്റ വാക്കിൽ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, എനിക്ക് കബറി കൂട്ടുവരാനൊന്നും വയ്യ. എനിക്ക് നമ്മൾ ഏറെ പ്രതീക്ഷയോടെ ഇരിക്കുമ്പോ ഒരിക്കലും അവളുടെ അനിഷ്ടം നമ്മൾ വരുത്തിയിട്ടില്ല എന്നിരിക്കവേ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ടാവും. അവളെന്തായാലും കൈവിടൂല, മറ്റോളൊക്കെ കണക്കി എന്നാ എന്നൊരു ധാരണയുള്ള ആ പെണ്ണിനോട് ചോദിക്കും പറയാണ്, ഓ കബറിൽ വരാനൊന്നും എന്നെ കണ്ടു പറ്റൂല, അതിന് വേറെ ആളെ നോക്കുന്നു. അയാൾ വലിയ വിഷമത്തിലേ. മൂന്നാമത്തെ ഭാര്യയെ വിളിച്ചു, അടുത്തു വന്നു. ജീവിതം മുഴുക്കി നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നല്ലോ. നിന്റെ ഒരുപാട് ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ നോക്കി നടത്തിയല്ലോ. നീ എന്റെ കൂടെ ജീവിതത്തിന്റെ കൈപ്പറിയാതെ വളർന്നു വന്നവളല്ലേ. നിനക്ക് ഞാൻ എല്ലാ അർത്ഥത്തിലും ആളായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാനിതാ മരിക്കാൻ പോവാണ്. എന്റെ കൂടെ എന്റെ മണ്ണറയിൽ നീ കൂട്ടുവരുമോ എന്ന് മൂന്നാമത്തെ പെണ്ണിനോടും ചോദിക്കുവാണ്. മൂന്നാമത്തെ പെണ്ണ് പറഞ്ഞു, ജീവിതം സുന്ദരമാണ്. നിങ്ങൾ വയസ്സായി ഏകദേശം മരിക്കാൻ പോവാണ്. പക്ഷേ എന്റെ പ്രായം ചെറുപ്പമായതുകൊണ്ട് തന്നെ എനിക്ക് ഇനിയും ജീവിതം ശേഷിക്കും. ആ ജീവിതം അങ്ങയുടെ മരണശേഷം ഞാൻ ആസ്വദിക്കാൻ തീരുമാനിച്ചു. അങ്ങയുടെ കൂടെ വരാൻ ഞാൻ തയ്യാറല്ല. കാരണം നിങ്ങൾ വയസ്സായി മരിക്കാൻ പോകുമ്പോൾ ഞാനിവിടെ ചെറുപ്പക്കാരിയെ, എന്റെ ജീവിതം ഒട്ടുമായിട്ടില്ല. നിങ്ങൾ രണ്ടും മുന്നേ എനിക്ക് ശേഷം വീണ്ടും വേറെ പെണ്ണാക്കി കെട്ടി ജീവിതം ആസ്വദിച്ച് തീർക്കായിരുന്നു. അതുകൊണ്ട് എന്തായാലും ഞാൻ വരാൻ തയ്യാറല്ല. മൂന്നാമത്തോളും രണ്ടാം ഭാര്യ അവളുടെ മുറിയിലേക്ക് കടന്നു വന്നിട്ട് ആ മനുഷ്യൻ ചോദിക്കുവാണ്, എപ്പോഴെല്ലാം എനിക്ക് വിഷമപ്രതിസന്ധി അല്ലേ, അങ്ങനല്ലേ രണ്ടാം ഭാര്യ ആരാ? രാജാവിന് വിഷമങ്ങൾ വരുമ്പോഴൊക്കെയും കടന്നു പോകുമ്പോ സമാധാനിപ്പിക്കപ്പെടുന്നൊരു പെണ്ണ്. എന്റെ എല്ലാ വിഷമഘട്ടങ്ങളിലും പ്രതിസന്ധികളിലും എനിക്ക് താങ്ങും തണലുമായി തന്നു, എനിക്ക് സമാധാനം തന്ന, എനിക്കൊരു പരിഹാരം പറഞ്ഞു തന്ന, മനസ്സൊരു രക്ഷ ടെൻഷനാകുമ്പോ എന്നെ സമാധാനപ്പെടുത്തി എന്റെ കൂടെ എന്നും ഉണ്ടായിരുന്നു നീ. എനിക്കൊരു ആശ്വാസമായിരുന്നു. ഞാനിതാ മരിക്കാൻ പോവാണ്.
എന്റെ ഖബറിലും എനിക്ക് ആശ്വാസമായി നീ കടന്നു വരുമോ എന്ന് രണ്ടാമത്തെ പെണ്ണിനോട് ചോദിച്ചു. ആ പെണ്ണ് പറഞ്ഞു, പ്രഭോ, ഈ വിഷമഘട്ടം എനിക്ക് മനസ്സിലാകും. അങ്ങയുടെ എല്ലാ വിഷമങ്ങളിലും ഞാൻ കൂട്ടുനിന്നവളാണ്. പക്ഷേ ക്ഷമിച്ചാൽ ഈ കാര്യം എങ്ങനെയാ ഞാൻ നിറവേറ്റുക? അങ്ങ് ചെയ്യുമ്പോൾ ഞാൻ വേദന സഹിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്ത് കൂടെ വരണമെന്നാണോ? എനിക്ക് കഴിയില്ല. എങ്ങനെയാണ് ഞാൻ നിറവേറ്റുക എന്ന് പറഞ്ഞു. ഒരു കാര്യം ഞാൻ ചെയ്യാം. അങ്ങയെ കബറുമായി മയ്യത്ത് കബറിലോട്ട് ഇറക്കി വെക്കുമ്പോ അവസാന നിമിഷം വരെയും ഞാൻ നിൽക്കാം, അവിടെയും പ്രാർത്ഥിച്ചു. പക്ഷേ പിന്നെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകും. രണ്ടാം ഭാര്യ അവിടെയാണ് എത്തിയത്. ഈ മനുഷ്യൻ വല്ലാതെ സങ്കടത്തോടെ വിഷമിച്ചുകൊണ്ട്, ഇത്രയും ഞാൻ ആറ്റുനോറ്റിയവർക്ക് ജീവിതത്തിൽ വേണ്ടതെല്ലാം കൊടുത്ത് എല്ലാം ആക്കിയിട്ട് അവസാനം എന്റെ ജീവിതത്തിന്റെ ഒടുക്കം ഒരു പ്രതിസന്ധി വരുമ്പോ അതിൽ സഹായിക്കാനോ വന്ന് സഹകരിക്കാനോ ഇവരാരും തയ്യാറാകുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചു കൊണ്ടിരിക്കെ രാജാവിന്റെ മനസ്സിലേക്ക് ഒരു ശബ്ദം അടിച്ചു കയറുകയാണ്. എന്റെ പ്രിയതമാ, നിങ്ങൾ പോകുമ്പോ ആ ഖബറിലേക്ക് ഞാൻ കൂട്ടുവരാം. ആ ഖബറിലേക്ക് ഞാൻ കൂട്ടുവരാം. ആരാ? തീരെ അവഗണിച്ചിരുന്ന, മൈൻഡ് ചെയ്യാതിരുന്ന ആ ഭാര്യ, ആദ്യ ഭാര്യ. ജീവിതത്തിൽ ഒരുപാട് കൂടെ നിന്നവളാണ്, രാജ്യകാര്യങ്ങളിൽ സഹായിച്ചവരാണ്. പിന്നെ രണ്ടാമത് വന്നപ്പോ പെണ്ണിനെ മൈൻഡ് ചെയ്തില്ല, മൂന്നാമത് വന്നപ്പോ അതിൻ്റെതായ കുറവ്, നാലാമത് വന്നപ്പോ തീരെ മൈൻഡ് ചെയ്യാറില്ല. അങ്ങനെയുള്ള ഒന്നാമത്തെ ഭാര്യ അങ്ങയുടെ കൂടെ ഞാനുണ്ടാകും, ഏതൊരുത്തത്തിലും നിങ്ങൾ വിഷമിക്കണ്ട എന്ന് പറയുമ്പോ രാജാവ് പെട്ടെന്ന് ശ്രദ്ധിച്ചു. ഒന്ന് നോക്കുമ്പോ അത് പറഞ്ഞുകൊണ്ട് അവളിങ്ങനെ നടന്നു വരുന്നത് രാജാവ് നല്ലവണ്ണം നോക്കി. അവൾ ക്ഷീണിച്ചിട്ടുണ്ട്, അവശയാണ്, വല്ലാതെ മെലിഞ്ഞൊരു അസ്ഥിപഞ്ചരം പോലെ ആയിട്ടുണ്ട്. തീരെ ഒരുപാട് പ്രായം കൂടിയതുപോലെ തോന്നുന്നു. അവള് തന്നെ എന്നെ മുമ്പ് മരിക്കുമോ എന്നൊരവസ്ഥയിൽ ക്ഷീണിച്ചുകൊണ്ടാണ് അവളെ വരവ്. അത് കണ്ടപ്പോ രാജാവിന്റെ മനസ്സിൽ വലിയൊരു കുറ്റബോധമുണ്ടായി. പടച്ചോനെ, ഞാൻ എന്റെ ഈ 3 ഭാര്യമാരെയും വളരെ സ്നേഹിച്ച് വേണ്ടുന്നതൊക്കെ നൽകുമ്പോ ഈ പെണ്ണിനെയും എനിക്കൊന്ന് ഗൗനിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ആ പെണ്ണിനെ ഞാനൊന്ന് ഗൗനിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവൾ ഇത്ര അവശയാകുമായിരുന്നില്ലല്ലോ എന്ന് പറയാം. ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോ അവൾ അടുത്തു വന്നു. എന്നിട്ട് പറഞ്ഞു, അടുത്തു വന്നു ആ മനുഷ്യൻ പറഞ്ഞു, എല്ലാരെക്കാളും ശരിക്കും നിന്നെയായിരുന്നു ഞാൻ പരിഗണിക്കേണ്ടിയിരുന്നത്. എല്ലാരെക്കാളും ശരിക്കും നിന്നെയായിരുന്നു ഞാൻ ഇഷ്ടപ്പെടേണ്ടിയിരുന്നത്. എല്ലാരെക്കാളും ശരിക്കും നിന്നെയായിരുന്നു ഞാൻ ആഗ്രഹിക്കേണ്ടിയിരുന്നത്. എന്റെ പ്രിയമുള്ളവരെ, എന്നിട്ട് ആ മനുഷ്യൻ പറയാണ്, എനിക്ക് ഈ രോഗത്തിൽ നിന്ന് അല്ലാഹു അത്ഭുതമായ ശമനം തന്ന് ഈ രോഗത്തിൽ നിന്നെങ്ങാനും ഞാൻ മടങ്ങി വരികയാണെങ്കിൽ അല്ലേ, അങ്ങനെയുണ്ടല്ലോ, ഈ രോഗത്തിൽ നിന്ന് ഞാൻ മടക്കി ഉഷാറാകുമെങ്കിൽ എല്ലാവരെക്കാളും ചിരിച്ചും ഉറപ്പായും നിന്നെ ഞാൻ പരിപാലിക്കും, പൊന്നപ്പൂല നോക്കും എന്ന് ആ പെണ്ണിനോട് വാക്കു പറയാണ് ഈ മനുഷ്യൻ. ഇവിടെ ഈ ദുനിയാവിൽ ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും അല്ലേ, നമുക്കെല്ലാവർക്കും നാല് ഭാര്യമാർ, ഇതുപോലെ 4 ഭാര്യമാർ. ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യരായ നമുക്ക് 4 ഭാര്യമാരാണുള്ളത്. നമ്മുടെ 4ാമത്തെ ഭാര്യ ആരാ? നമ്മുടെ ദുനിയാവിലെ 4ാമത്തെ ഭാര്യ ആരാ? നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകളെ എല്ലാം കൊടുത്തുകൊണ്ട് രാജാവ് എന്തും ഏതും പരിശ്രമിച്ച് സന്തോഷം കൊടുത്ത പെണ്ണ്
നമ്മുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഇഷ്ടങ്ങളുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്. നമ്മുടെ മനസ്സ് നല്ലതിനും ചീത്തതിനും ഒക്കെ കൊതിക്കും. അങ്ങനെ കൊതിക്കുമ്പോഴെല്ലാം ആ മനസ്സിന്റെ കൂടെ സദാസമയം എല്ലാം ചെലവഴിച്ച് കള്ളുപിടിക്കാൻ തോന്നിയാ കള്ളുപിടിക്കാനും പോവും, അല്ലേ? അങ്ങനെ പരദൂഷണം പറയാൻ തോന്നിയാ അതും ചെയ്യും. അങ്ങനെ നിയന്ത്രിക്കാൻ കഴിയാതെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ എല്ലാത്തിനും കൂടെ നിന്ന് എല്ലാത്തിനും കൂടെ നിൽക്കുമ്പോ അവസാന കാലം വരുമ്പോ മരിക്കണ സമയത്ത് എല്ലാം വിട്ടുപിരിഞ്ഞ് ഈ റൂഹങ്ങ് പോകും, ശരീരം വേർവിട്ട് മാറും. നോക്കിക്കേ, ഈ കൈ ആഗ്രഹിച്ചത് നമ്മൾ കൊടുത്തു, കാലാഗ്രഹിച്ചത് നമ്മൾ കൊടുത്തു, കേൾക്കാൻ സിനിമാ പാട്ടായാലും എന്തായാലും ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ചെവി കൊടുക്കും, കണ്ണും എല്ലാം കാണാൻ നമ്മൾ അവസരം കൊടുക്കും. അതുപോലെ എന്ത് തോന്നിവാസവും ആരെക്കുറിച്ചും എങ്ങനെയും പറയാൻ നമ്മൾ ചിലവെടുക്കും. അറിഞ്ഞും അറിയാതെയും വേണ്ടതിലും വേണ്ടാത്തതിലും ഒക്കെ നാം ഇടപെടും. അങ്ങനെ ഇടപെട്ട് നിൽക്കുമ്പോ അവസാനം റൂഹ് പിടിക്കുന്ന ഘട്ടം വരുമ്പോ മഹത്തുക്കൾ പറയുന്നത് കാണാം. ഒരു അവയവം മറ്റൊരവയവത്തോട് സലാം പറയാം. ഒരു കണ്ണ് വലത് കണ്ണിടത് കണ്ണിനോട് സലാം പറയുന്നു, വലത് ചെവി ഇടത് ചെവിയോട് സലാം പറയുന്നു, വലത് കാലിടത് കാലിനോട് ഇങ്ങനെ അവയവങ്ങൾ പരസ്പരം സലാം പറഞ്ഞു. അവരിങ്ങനെ ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോ നമ്മളെ ശരീരമുണ്ടല്ലോ, ഇതൊരു മഹത്തുക്കളുടെ ഭാഗ്യമാണ്. എന്നാൽ എല്ലാ ദുനിയാവിലുള്ള അനിഷ്ടങ്ങൾക്കൊക്കെ കൂടെ നിന്ന നമ്മള് ഓരോ കൈയും കാലം റൂഹിങ്ങനെ കാലിന്ന് വിട്ടുപിരിയുമ്പോ കയ്യിലോട്ട് വരുമ്പോ, നാവിലോട്ട് വരുമ്പോ, ചെവിയിലോട്ട് വരുമ്പോ സുബ്ഹാനല്ലാഹ് ആ കാലവനെ പഠിക്കുന്നു. അല്ലാഹ്, ഇന്നലെ വരെ കാലിൽ ചെറിയൊരു മുറിവുണ്ടാകുമ്പോ, വിരലൊന്ന് പഴുക്കുമ്പോ, കാലൊന്ന് വേദനിക്കുമ്പോ ആ കാലിന് വേണ്ടി നമ്മൾ ഉറക്കം കളഞ്ഞിട്ടുണ്ട്. വേദന കൊണ്ട് ഉറങ്ങാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല, വേദന കൊണ്ട് ഉറങ്ങാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ആ കാലിന് വേണ്ടിയാണ് ഇന്നലെ ഞാൻ ഉറങ്ങാത്തത്. പക്ഷേ ഇന്ന് ഞാൻ മരിക്കുമ്പോ ആ കാലല്ലാഹു തമ്പുരാനോട് പറയാണ്, ആ നിമിഷം ആ കാലിന്റെ സ്വഭാവം മരണത്തിന്റെ അസ്രായീൽ റൂഹിങ്ങനെ കാലിന്റെ വിരലറ്റത്തുനിന്ന് പിടിച്ച് മുകളിലോട്ട് ഇങ്ങനെ വരുമ്പോ ആ കാലിങ്ങനെ ശപിക്കുന്നു, ഞാനൊരു കാലായി പോയല്ലോ, ഭൂമി വൃത്തികെട്ടവന്റെ കാല്. പടച്ച തമ്പുരാനെ, എന്നെ ഉപയോഗിച്ച് ഇന്നതിലേക്ക് നടന്നുപോയ, എന്നെ ഉപയോഗിച്ച് ഇന്നയാളെ കുറിച്ച് മോശം പറയാ, എന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇന്നവരെ കുറിച്ച് പരദൂഷണം പറയാ, എന്നെ ഉപയോഗിച്ചുകൊണ്ട് കുറ്റം പറയാൻ മറുവീട്ടിലോട്ട്, ചന്തയിലോട്ട്, അങ്ങാടിയിലോട്ട്, അതുപോലെ സുറ പറയാനുള്ള ബസ് സ്റ്റാൻഡിലോട്ട് ഇങ്ങനെ നടന്നു പോകാൻ എന്നെ ഉപയോഗിച്ച് ദീവനാണല്ലോ. ഈ ശപിക്കപ്പെട്ടവന്റെ കാലായി കൂടെ വന്നല്ലോ. അല്ലാ, എന്നെ കാത്തോടെ അല്ലാ. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യനാ കാരണമെന്ന് നമ്മളെ ശപിച്ച് പഴിച്ച് തള്ളിക്കൊണ്ട് ആ കാല് നമ്മോട് വിട പറയുന്നൊരു ഘട്ടം വരും. ഇതുപോലെ നാലാമത്തെ ഭാര്യയ്ക്ക് വേണ്ടി നമ്മളെല്ലാം സഹിച്ച പോലെ നമ്മുടെ കൈക്കൊരു വേദന വരുമ്പോ, കണ്ണിലോട്ടൊരു വേദന വരുമ്പോ നമ്മൾ ഉറങ്ങൂല. ആ കണ്ണിന് വേണ്ടി നമ്മളെല്ലാം സഹിക്കാണ്. പക്ഷെ ആ കണ്ണ് നാളെ തിരിച്ചു പറയുന്ന ഒരു ഗതികേട് നമ്മുടെ മുന്നിൽ വരും. അങ്ങനെ വരുമ്പോഴാണ് ഈ നാലാമത്തെ പെണ്ണ് സുബ്ഹാന ജല്ല ജലാലു, നമ്മുടെ ശരീര ഇച്ഛയാണ്. എന്ത് തോന്നിയാലും അത് വേണം, എന്ത് തോന്നിയാലും വേണം, എന്ത് തോന്നിയാലും അത് ആഗ്രഹിക്കുന്ന. നോമ്പായപ്പോ എന്താ അങ്ങനല്ലേ ചില ആൾക്കാർ, രണ്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട, നീ അറിഞ്ഞ മറ്റവന്റെ കേസ് കാത്തമ്മരാണെങ്കിൽ പിന്നെ വലിയ സംഭവമായി പോയല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോ ആരെങ്കിലും വന്ന് ഇടയ്ക്ക് ചുമ്മാ ഇരിയടെ, ഒന്നുമില്ലെങ്കിലും പടച്ചോൻ ഇത് കാണും കേട്ട, റമദാൻ മാസം അല്ലേ, അല്ലെങ്കിൽ ദുൽഹജ്ജ് മാസം അല്ലേ എന്ന് പറഞ്ഞപ്പോ, ഞാനിപ്പോ ഉള്ളതല്ലേ പറഞ്ഞോളൂ, ഇല്ലാത്തൊന്നും പറഞ്ഞില്ലല്ലോ, പടച്ചോൻ അറിയാം ഞാൻ ഉള്ളതേ പറഞ്ഞോളൂ. ആ ഉള്ളത് പറയണതിന്റെ പേരാണ് പരദൂഷണം എന്നത്, ഇല്ലാത്തത് പറയുന്നതിന്റെ പേരല്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ ശരീരം അതിനു വേണ്ടി ആശിക്കുന്നൊരു കോലം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ശരീരത്തിൽ അത് നമ്മളെ വിട്ടു പിരിഞ്ഞു പോകും, നമ്മളെ വിട്ടു പിരിഞ്ഞു പോകും. നമ്മളെ പലതിനും കൂട്ടിക്കൊണ്ടു പോകുന്നവർ,
അതുപോലെ തന്നെ റമദാനിൽ തന്നെ മാളിലേക്ക് കൊണ്ടുപോകുന്നവർ, കൂട്ടുപോകുന്നവർ, പലതിനും പോകുന്നവർ, തറാവിക്ക് പോകുന്നവർ, കൊണ്ടുപോയവരൊക്കെ നാളെ അങ്ങ് പോകും. നമ്മൾ ഒറ്റയ്ക്കേ കാണൂ, കാലം നമ്മൾ ശപിച്ചുകൊണ്ടിരിക്കും. അല്ലാഹു കാക്കട്ടെ. മൂന്നാമത്തെ പെണ്ണ്, ഒന്നാമത്തെ പെണ്ണ് നമ്മുടെ ശരീര ഇച്ഛയാണ് എന്ന് പറഞ്ഞാൽ ആ ഇച്ഛയ്ക്കും ഇഷ്ടത്തിനും അനുസരിച്ച് ഏതും നമ്മൾ ചെയ്യും, അവസാനം അത് നമ്മളെ കൈവിട്ടു കളയും. മൂന്നാമത്തെ പെണ്ണ് എന്ത് വന്നാലും നല്ല സ്നേഹമാണ്, ഇഷ്ടമാണ്. പക്ഷേ എന്നെങ്കിലും അവൾ എന്നെ ഉപേക്ഷിച്ചു പോകുമെന്ന സംശയം. അത് നമ്മുടെ ധനമാണ്, സമ്പാദ്യമാണ്, നമുക്ക് വലിയ ഇഷ്ടവും കാര്യമൊക്കെയാണ്. പക്ഷെ ഈ സാധനം തീർന്നു പോവോ എന്നിടത്ത് നമ്മൾ വലിയ വിഷയമാണ്, അല്ലേ? നമ്മുടെ പള്ളിക്ക് വേണ്ടി ഒരു സംഭാവന ചോദിച്ചാൽ എന്താ ചെയ്യും? നുക്കിയും പറക്കി ഇങ്ങനെയൊക്കെ എടുത്ത് വെള്ളിയാഴ്ചയൊക്കെ വെച്ചിട്ട് ബക്കറ്റൊക്കെ കൊണ്ടുവരുമ്പോ ഇങ്ങനെ എല്ലാം എടുത്ത് നോക്കിയിട്ട് അവസാനം കുറഞ്ഞ 10 രൂപ, കൊള്ളാം, സൂപ്പർ അങ്ങിടും. അന്ന് ജുമയും കഴിഞ്ഞിട്ട് ലുലുവിൽ പോയാലോ എല്ലാം കൂടെ നോക്കിയിട്ട് ചളുവും എല്ലാ കടാലും വിടാലും എല്ലാം വാങ്ങിച്ചിങ്ങനെ വരുമ്പോ അവസാനം നോക്കുമ്പോ പടച്ചോണ 25,000 ബില്ല്. ഞാൻ ഇനി എവിടെ പോകും? അതിനൊരു വിഷമവും ഇല്ല. മറിച്ച് നല്ലതിന് കൊടുക്കാൻ പിടുത്തം വരും. അവ സമ്പത്ത് തീർന്നു പോകുമോ എന്നൊരു ഭയം. എന്ന് പറഞ്ഞാൽ ഇതെന്നെ വിട്ടുപോകുമല്ലോ എന്നൊരു തോന്നൽ അവന്റേതായ ഒരു നമ്മുടെ ദുനിയാവിന്റെ അധികാരവും സമ്പത്തുമാണ് മൂന്നാമത്തെ ഭാര്യയോട് വയ്ക്കേണ്ടത്. അത് മരണത്തോടെ അവള് പറഞ്ഞതെന്താ? എനിക്കിനി ആയുസുണ്ട്, ഞാൻ വേറെ ദാമ്പത്യത്തിലേക്ക് പോവാണ്. അതുപോലെ മരണത്തോടെ നമ്മളെ വിട്ടുപിരിയുന്നു. നാലാമത്തെ പെണ്ണ് ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി, പക്ഷെ മരണത്തോടെ നമ്മളെ പിരിയുന്നു. മൂന്നാമത്തെ പെണ്ണ് നമ്മൾ തീരോ നഷ്ടപ്പെടോ എന്നാറ്റുനോറ്റ് കാത്തുകൊണ്ടിരുന്നു സമ്പത്തുകൾ. പക്ഷേ അതും നമ്മളെ വിട്ടുപിരിയുന്നു മരണത്തോടെ. അങ്ങനെയുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മൾ മരിച്ചു പോകുമ്പോ എന്താണോ ബാക്കി വെച്ചത് അതാണ് ബാക്കി ഉണ്ടാവുക എന്ന്. അല്ല, എന്താണോ നമ്മൾ ചെലവഴിച്ചത് അതാണ് നമുക്ക് ബാക്കി ഉണ്ടാവുക എന്ന് തിരുത്തി നമ്മൾ പറയുക. അള്ളാഹു മനസ്സിലാക്കാൻ ബാക്കി തരട്ടെ. രണ്ടാമത്തെ പെണ്ണ്, ആ രണ്ടാമത്തെ ഭാര്യ ആരാ? എന്ത് വിഷമഘട്ടം വന്നാലും ഓടിച്ചെല്ലുന്ന ഒരിടം. അവൾ സമാധാനിപ്പിക്കും, ക്ഷമാശ്വസിപ്പിക്കും. പക്ഷെ അവസാനം ചോദിച്ചപ്പോ എങ്ങനാ ഞാൻ വരണേ? ഖബർ വരെ ഞാൻ വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞ രണ്ടാമത്തെ പെണ്ണ് അവളെന്താ? അതാണ് നമ്മളെ കുടുംബക്കാരും സുഹൃത്തുക്കളും ഒക്കെ. അവർ നമ്മൾ മരിച്ചു എന്നറിയുമ്പോ ഓടി വരും, അവിടെ എവിടെയൊക്കെ ഇരിക്കും, നമ്മളെ കുറിച്ച് പറയും. ഇന്നലെ കൂടി ഞാൻ ഫോൺ വിളിച്ചതാ, മൊബൈലിൽ വിളിച്ചതാ, പടച്ചോനെ എന്ത് പറ്റിയെന്ന് അറിയില്ല. ചിലപ്പോ പറ്റുമെങ്കിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുഴപ്പക്കാരായിരുന്നു കേട്ടാ എന്നൂടെ പറയണ കുടുംബക്കാരും ഉണ്ടാവും, പറയാത്ത കുടുംബക്കാർ. ഇപ്പൊ കുടുംബക്കാരെ ഏറ്റവും കൂടുതൽ കുറ്റം പറയണവർ, കുടുംബക്കാരെ ഏറ്റവും കൂടുതൽ അനാവശ്യം പറഞ്ഞവര്, കുടുംബക്കാരെ ഏറ്റവും കൂടുതൽ വിത്തന പറയണവർ, അല്ലേ? അങ്ങനല്ലേ? പക്ഷെ ഒരിക്കലും പറയാൻ പാടില്ലാത്ത. അപ്പൊ ഇരിക്കട്ടെ, ഏതായിരുന്നാലും ആ കുടുംബക്കാരും വരും, സൊറയൊക്കെ പറയും, അവിടെ ഇരിക്കും. ചിലപ്പോ എല്ലാം കഴിഞ്ഞ് അടക്കി പിരിയുമ്പോഴും പറയും, ഓ രാവിലെ വന്നതാണ്, എടുക്കാൻ താമസിപ്പിച്ച്, എവനൊന്നും വേറെ പണിയില്ല, ചുമ്മാ താമസിപ്പിച്ച എത്ര ആൾക്കാരെ വിശന്നിരിക്കും, ഇവിടെ ചായ പോലും കിട്ടിയില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. അവര് ഖബർ വരെ വന്നിട്ട് അവര് തിരിച്ചു പോകും. രണ്ടാമത്തെ പെണ്ണതാണ് പറഞ്ഞതെന്താ? രാജാവേ, ഞാൻ ഖബർ വരെ വരാം, അങ്ങയെ അടക്കി കഴിഞ്ഞിട്ട് ഞാൻ മടങ്ങി പോകാം, എപ്പോഴും ഉണ്ടാകും. അപ്പൊ നമ്മുടെ ശരീരം നമ്മുടെ കൂടെ ഉണ്ടാവൂല, സമ്പത്തും അധികാരങ്ങളും നമ്മളെ കൂടെ ഉണ്ടാവൂല, കുടുംബക്കാരും ബന്ധുക്കളും നമ്മുടെ കൂടെ ഉണ്ടാവൂല. ഒന്നാമത്തവള് പറഞ്ഞെന്താ? ഒന്നാമത്തവൾ ആദ്യമൊക്കെ വലിയ ഇഷ്ടമായിരുന്നു, കൂടെയൊക്കെ നിന്ന പെണ്ണ. അവസാനം നമ്മൾ അവളെ മൈൻഡ് ചെയ്യാറായി. അവസാനം അവള് ആ മൈൻഡ് ചെയ്യാത്ത കൊണ്ട് അത് ക്ഷയിച്ചു, വല്ലാതെ ബലഹീനമായി. പക്ഷേ അവസാനം എല്ലാവരും കയ്യിലും പറഞ്ഞു, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്ന ആ പെണ്ണാണ്, ഒന്നാമത്തെ പെണ്ണാണ് സോലിഹുൽ അമാൽ. നല്ല സൽക്കർമ്മങ്ങൾ, സുഹൃതങ്ങൾ നമ്മൾ ചെയ്ത. ആദ്യമൊക്കെ ആർക്കെങ്കിലും വല്ലതും സ്വതക്ക കൊടുക്കുമായിരുന്നു, പള്ളിയിൽ നിന്ന് വരുമ്പോ പിച്ചക്കാരെയൊക്കെ നോക്കുമായിരുന്നു. ഇപ്പൊ ഇറങ്ങി വരുമ്പോ പടച്ചോനെ നമ്മുടെ പള്ളിയിലെ ഈ ഗതികേടുള്ളൂ, കുറെ എണ്ണം ഇറങ്ങൂന്ന് പറഞ്ഞിട്ട് പോകാം. അവർക്കൊരു 10 പൈസ കൂടിയവരും കൊടുക്കാറില്ല. അങ്ങനെ സൽക്കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ മറന്നുപോയി. അവസാനം മരിക്കണ സമയത്തൊരു സൽക്കർമ്മം ഉപകാരപ്പെടുമ്പോ അവൻ അറിയാതെ പഠിച്ചു പോകുമല്ലോ.
ഞാൻ അതിനെയൊന്ന് ഗൗനിച്ചിരുന്നുവെങ്കിലോ, ഒരുപാട് പൈസ ഇങ്ങനെ ലുലു കൊണ്ടുപോയി ദുനിയാവിന്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ പൊട്ടീസായി കളയുന്നതിന് പകരം അതുവഴി കടന്നു വരുമ്പോ അസീസിയാല മടിക്കുറ്റിയിലൊന്ന് ഇട്ടിരുന്നുവെങ്കിലോ, സ്വലാത്തിലെന്ന 10 പകരം ഒന്ന് 100 ഇട്ടിരുന്നുവെങ്കിലോ, അതല്ലെങ്കിൽ അയൽപക്കത്തെ പെണ്ണ് സാധുവാണ്, അവളെ കെട്ടിക്കാൻ നേരത്തെ അവൾ ഇങ്ങോട്ട് എത്ര തന്നെ 200 അത് മാത്രം കൊണ്ട് കൊടുക്കണേന് പകരം പാവപ്പെട്ട പെണ്ണല്ലേ തന്നത് 200 ആണെങ്കിൽ ഞാൻ 1000 കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുത്തിരുന്നുവെങ്കിൽ, ദുനിയാവിൽ സൗദങ്ങളുടെ മുമ്പിൽ കൈനീട്ടുമ്പോഴൊന്ന് കൊടുത്തിരുന്നുവെങ്കിൽ, ഒന്നും വേണ്ട അയൽപക്കത്ത് വലിയ പടക്കമായി കഴിയുമ്പോ അവിടെ ഒരു രോഗം വന്ന് വിഷമിക്കുമ്പോ അതിന്റെ ഇപ്പുറത്ത് നിന്നെങ്കിലും സുഖമുണ്ടോ എന്നൊരു സമാധാന വാക്ക് ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് ഉച്ചരിച്ചു പോയിരുന്നുവെങ്കിൽ അത് എനിക്ക് ഇവിടെ ഇപ്പോൾ സഹായത്തിനുണ്ടാകുമായിരുന്നല്ലോ എന്ന് പഠിക്കുന്ന ഒരു ഗതികേട് എന്റെ ജീവിതത്തിൽ വരാനുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുക. നമ്മുടെ ജീവിതം ഇതാണ്. അള്ളാഹു മനസ്സിലാക്കാനും തൗഫീഖ് ചെയ്യട്ടെ. പണത്തിന് വേണ്ടി മൂന്നാമത്തെ പണം, ശരീര ഇച്ഛയ്ക്ക് വേണ്ടി, ശരീരത്തിന്റെ ഓരോ തോന്നലും ഇഷ്ടവും അതിനു വേണ്ടി, അതുപോലെ നാലാമത്തെ പണം, അതുപോലെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും വേണ്ടി, ഇങ്ങനെ നമ്മുടെ നന്മകൾ തല്ലിക്കെടുത്തുന്നൊരു സ്വഭാവമാകരുത്. മറിച്ച് നല്ല നമുക്ക് 3 അക്ഷരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും, അല്ലേ? 3 അക്ഷരങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. എന്താ 3 അക്ഷരം? എന്താ? ജനനം എന്നത് 3 അക്ഷരമല്ലേ? അല്ലേ? ജനനം 3 അക്ഷരമല്ലേ? ആണ്. ജനിച്ചു കഴിഞ്ഞ പിന്നെ എന്താ ചെയ്യാ? ജീവിക്കണം. അപ്പൊ ജീവിതം അത് 3 അക്ഷരമാണ്. ആണോ അല്ലേ? ഇവിടെ പറയണോ? ജീവിതം 3 അക്ഷരമാണ്. ആ ജീവിതം എന്ന സുഖവും ദുഃഖവും എന്ന 3 അക്ഷരം കടന്നു പോകും. അതിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. സുഖവും ദുഃഖവും എന്ന 3 അക്ഷരങ്ങളിലൂടെ യാത്ര ചെയ്താൽ നമ്മൾ എത്തുന്നത് മറ്റൊരു 3 അക്ഷരത്തിൽ. എവിടെ? മരണം എന്ന 3 അക്ഷരത്തിലാണ് നമ്മൾ എത്തുക. ആ മരണം എന്ന 3 അക്ഷരത്തിൽ നമ്മൾ എത്തിയാൽ പിന്നെ സംഭവിക്കുന്ന എന്താ? ഖബറെന്ന് പറയുന്ന 3 അക്ഷരത്തിന്റെ ജീവിതം. ഖബറെന്ന് പറയുന്ന 3 അക്ഷരത്തിന്റെ ജീവിതത്തിൽ നമ്മൾ എത്തിപ്പെടുമ്പോ അവിടെ നമുക്ക് കൂട്ടായുള്ളത് മറ്റൊരു 3 അക്ഷരമാണ്. അത് ഇരുട്ട് എന്ന 3 അക്ഷരമാണ്. ഈ ഇരുട്ട് നമ്മുടെ ജീവിതത്തിൽ സഹിച്ച് കഴിയേണ്ട ഗതികേട് അല്ലാഹു കാക്കട്ടെ. അവിടെ ഇരുട്ടിന് പകരം വേറെ ഒരു 3 അക്ഷരമായ വെളിച്ചമാണ് കടന്നു വരുന്നതെങ്കിൽ നമ്മൾ വിജയിച്ചു. അല്ലാഹു ഭാഗ്യം തരട്ടെ. അങ്ങനെ വെളിച്ചം കടന്നു വരണമെങ്കിൽ ഈമാൻ എന്ന് പറയുന്ന 3 അക്ഷരം നമ്മളെ കൂട്ടിന് വേണം. അള്ളാഹു നമുക്കത് പൂർത്തിയാക്കി തരട്ടെ. അസീസിയാല സ്വലാത്ത് എന്തിനെന്ന് വെച്ചാൽ ഇതിനാ, ഈമാൻ പൂർത്തിയായി കിട്ടാനാ. എങ്കിലേ ഖബറിന്റേതായ ആ ഒരു ഇരുട്ട് എന്ന് പറയുന്ന 3 അക്ഷരം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അള്ളാഹു വിജയിക്കുന്നവർ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെ വന്നാൽ മരണം നന്നായാലാണ് ഈ ഖബറും ആ ഖബറിലുള്ള ഇരുട്ടും വെളിച്ചത്തിൽ വെളിച്ചവും, അത് കഴിഞ്ഞ് ഈമാന്റെ പരിപൂർണമായ ഒരു ലെങ്കും വെളിച്ചമായി നമുക്ക് കിട്ടണമെങ്കിൽ മരണം നന്നാവാൻ ചില നിബന്ധനകൾ മഹാത്തുക്കളായ ഉലമാക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു കടന്നു പോവാണ്, നിർത്തുവാണ്. ഇവിടെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു സൽക്കർമ്മങ്ങളാകുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യമൊക്കെ ചെയ്യും, പിന്നെ അതിനെങ്ങനെ തഴഞ്ഞ് വലിയ കാര്യമില്ലാതെ പോകും. ഇതുപോലെയാണ് നാളെ ചെല്ലുമ്പോ അല്ലാഹു റസൂൽ പറയും, നമ്മുടെ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല അൻഹു ചരിത്രമുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത സ്വലാത്തിന് പറയാം. ഓർമ്മിച്ചാൽ സൽക്കർമ്മങ്ങളും അതുപോലെ ദുഷ്കർമ്മങ്ങളും, സൽക്കർമ്മങ്ങൾ കുറഞ്ഞുപോയി ദുഷ്കർമ്മങ്ങൾ കൂടിപ്പോകുന്ന ഒരു അപകടാവസ്ഥയുണ്ട്. പറ്റുമെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത മാസം പറയാതിരിക്കട്ടെ. ഇപ്പോ മരണം നന്നാവാൻ വേണ്ടി മഹത്തുക്കളാണ് ഉലമാക്കൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറയാണ്. ഒന്ന്, നമ്മുടെ ഈമാൻ നമ്മൾ ഉറപ്പിച്ചു നിർത്തണം. ഈമാൻ എന്ന് പറയുന്നത് വഴിയെ പോണ ആരും കയറി കൊത്തിക്കൊണ്ട് പോണതാവരുത്. ഈമാൻ എന്ന് പറയുന്നത് ഞാനും എന്റെ വാപ്പയും എന്റെ ഉപ്പാപ്പയും എന്റെ അതിന്റെ മുന്നോറുകളെല്ലാം ജീവിച്ചു വന്ന ഒരു ജീവിതത്തിന്റെ ശൈലിയുണ്ട്, അഹ്ലുസുന്നയുടെ പാരമ്പര്യത്തിന്റെ ശൈലി. ആ ശൈലി വിട്ടിട്ട് ഇന്നലെ ഒരാൾ വന്ന് പറയാണ് എന്റെ ഉപ്പാപ്പ മരിക്കുന്നതിന്റെ കബറിൽ പോയി സിയാറത്തിനാളാ. ഇന്നലെ ഒരാൾ വന്ന് പറയാൻ മരിച്ചിടുന്ന അയാൾക്കൊന്നും എത്തൂല, നീ പോണ്ടാന്ന് പറഞ്ഞ അപ്പോ അതിനെക്കുറിച്ച് പഠിക്കണം നല്ല ഉലമാക്കളോട്, അല്ലാതെ പെട്ടുപോകരുത്. ഇന്നലെ വരെ
ഇക്കണ്ട ലോകമെല്ലാം ഉലമാക്കളും ആരിഫീങ്ങളും ആബിദീങ്ങളും ഒക്കെ ജീവിച്ചു വന്ന കാലഘട്ടത്തിൽ ഒരു പെണ്ണും പള്ളിയിലും തറാവീഹിലും പോയിട്ടില്ലെങ്കിൽ ഇന്നലെ ഏതെങ്കിലും വിവരം കെട്ടവൻ പറയുമ്പോ പിന്നാലെ ചൂട്ടുപിടിക്കാൻ പോയാൽ അത് പരാജയത്തിൽ അങ്ങനെ പോവാനുള്ളതല്ല എന്റെ ഈമാൻ. ഈ നാട്ടിലെ ഉലമാക്കളുണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെ വക്താക്കളുണ്ട്. ചോദിച്ചിട്ട് ഞാൻ വരാമെന്ന് പറയുന്ന ചങ്കൂറ്റത്തിന്റെ വക്താക്കളാകണം എന്റെ ഉമ്മമാരും സഹോദരങ്ങളും. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. കാരണം എന്താ? നമ്മുടെ ഈമാൻ അത് ഒരാളും സൂക്ഷിക്കൂല. പരിശുദ്ധമായ ഖുർആനിൽ കാണാം, അള്ളാഹുവിന്റെ റസൂൽ പറയാ, നാളെ രണ്ട് കയ്യും കടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും അത്രേ നമ്മുടെ മുഅ്മിനീങ്ങള്. എന്തിനാ? ചോദിക്കും, പടച്ചവനെ ഞാൻ നമസ്കരിച്ചിരുന്നു, സ്വലാത്ത് എടുത്തിരുന്നു, മഹത്തുക്കളെ ആദരിച്ചിരുന്നു, വീട്ടിൽ തറാവീഹ് നമസ്കരിച്ചിരുന്നു, പക്ഷേ ഇടയ്ക്കൊരു ഒരു കൂട്ടുകാരൻ വന്നു, നമുക്ക് ഇങ്ങനെ പോയാലോ, ഇങ്ങനെ ചെയ്യാതിരുന്നാലോ എന്ന് ഉപദേശിച്ചുകൊണ്ട് ഞാൻ പെട്ടുപോയതാണ്. ഈ കൂട്ടുകാരൻ എന്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നുവെങ്കിലും ഞാൻ നന്നായി ഇഷ്ടപ്പെട്ടു പോകുമായിരുന്നല്ലോ എന്ന് പഴിക്കുന്ന ഒരവസ്ഥ നമുക്ക് വരും. അള്ളാഹു കാക്കട്ടെ. അങ്ങനെ പഴിക്കുണ്ടെങ്കിൽ ആ ഈമാൻ സൂക്ഷിക്കാൻ നമ്മൾ അങ്ങേയറ്റം വളരെ കാർക്കശ്യത്തോടെ നമ്മളെ മുന്നോറുകളും ചെയ്യാത്ത എന്തിനാ ഇപ്പൊ നമ്മൾ ചെയ്യണേ? അതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കട്ടെ. ആരെങ്കിലും പറയുമ്പോ ചാടുക. കാരണം എന്താ? ഈമാൻ നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഈമാൻ നമുക്ക് സൂക്ഷിക്കപ്പെടണമെങ്കിൽ ഒരൊറ്റ മാർഗമുണ്ട്. അത് തഖ്വയോടെ ജീവിക്കാൻ കഴിയണം. കാണുന്ന പേക്കൂത്തിലൊക്കെ ചെന്നു ചാടി അല്ലേ, വാഴന് വെച്ചാല് നിങ്ങൾ പോണ്ട, നല്ല മാപ്പിളപ്പാട്ട് വെച്ചാലോ, നല്ല ഒപ്പന വെച്ചാലോ, ഗാനമേള വെച്ചാലോ ഓടിപ്പോകുമെന്ന ഘട്ടത്തിലാണ് ഇന്ന്. അങ്ങനാണ് ഇന്ന് പല സ്ഥലത്തും. അങ്ങനെ വാഴ വെച്ചാൽ ആള് പോകില്ല. മറിച്ച് പെണ്ണുങ്ങളെ എല്ലാം ഇറക്കി ആകെ ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ഗാനമേള വെക്കല. നിബിദിനത്തിന് പോലും നമുക്ക് കാണാം പല സ്ഥലങ്ങളിലും. നിബിദിനം ആഘോഷം നല്ലതാണ്, പക്ഷെ അതിന്റെ പേരിൽ പേക്കൂത്തുകൾ നമ്മൾ അനുവദിക്കരുത്. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഒന്നാമത്തെ തഖ്വയോടെ ജീവിക്കലാണ്. അതിനകത്ത് പണിയുണ്ട്, നിസ്സാരമല്ല. മനസ്സിൽ വരുന്ന ആഗ്രഹങ്ങളെ മാറ്റിവെക്കാൻ കഴിയുമ്പോഴാണ് തഖ്വയോടെ ജീവിക്കാൻ കഴിയുക. രണ്ടാമത്തത് ദുനിയാവിലുള്ള സ്വാലിഹീങ്ങളാണ്. ആളുകളെ നമ്മൾ സ്നേഹിക്കണം, സ്വാലിഹീങ്ങളെ സ്നേഹിക്കണം, അവരോടൊരു ബന്ധം വേണം. സ്വാലിഹീങ്ങളെ സ്നേഹിക്കണം, അവരോടൊരു ബന്ധം വേണം. ചില വിഷയം വരുമ്പോ തറാവീഹിന് പോകാൻ പറ്റുമോ? എത്ര നല്ല ഉമ്മമാര് സ്വാലിഹീങ്ങളോടൊരു ബന്ധമുണ്ടാകുമ്പോ അവര് വിളിച്ചു ചോദിച്ചു, ഇങ്ങനെയൊക്കെ എല്ലാവരും പോകണല്ലോ, എനിക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പറ്റൂല. അപ്പൊ സ്വാലിഹീങ്ങളോട് ബന്ധവും സഹകരണവും ഉണ്ടാകുമ്പോ അവരോട് നമുക്ക് ചോദിക്കാം, ഈമാനെ സൂക്ഷിക്കാൻ പറ്റും. മൂന്നാമത് എപ്പോഴും സ്വതക്ക ചെയ്യുന്നവരാവുക, എല്ലാവരോടും നല്ല കരുണയുള്ളവരാവുക. നമ്മുടെ വീട്ടിലോട്ട് ഒരാൾ വരുമ്പോ അയാള് കള്ളനാണെന്ന് പറഞ്ഞ് താറ്റിവിടണ്ട. നിന്റെ കയ്യിലുണ്ടോ കൊടുക്കുക, അവനെ കുറിച്ച് നീ അന്വേഷിക്കണ്ട, അവനോട് കരുണ വേണം നിനക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. മൂന്നാമത് മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തുകൾ കിട്ടുന്ന കാര്യങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപാട് അത്ഭുതങ്ങളാണ്, കാര്യങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കിട്ടാനെന്നാൽ അതിൽ പ്രധാനമുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എപ്പോ ബാങ്ക് കേട്ടാൽ സൈലന്റ് ആവുക, എന്നിട്ട് ബാങ്കിന് ശേഷം ഒരു ദുആ ചെയ്യുക. അത് നമ്മളെ മുത്തുനബിക്കുള്ള ദുആയാണ്, നമ്മുടെ മുത്തുനബിക്കുള്ള ദുആയാണ്. അല്ലാഹുമ്മ ആതിഹിൽ വസീല വൽ ഫളീല വദ്ദറജത്തുർ റഫീഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗ്ഗത്തിൽ ഏറ്റവും സമുന്നതമായ പദവി വെച്ചിട്ടുണ്ട്. അത് മുത്തുനബിക്കുള്ളതാണ്, റെക്കമെൻഡഡ് ആണ്. ആ പദവി മുത്തുനബിക്ക് കൊടുക്കണേ അല്ലാഹ്. ആ ദുആ ചെയ്യുക, ബാങ്കിന് ശേഷമുള്ള ദുആ. അതുപോലെ തന്നെയാണ് ബാങ്കിന് ശേഷവും മുമ്പുമൊക്കെയുള്ള സ്വലാത്തുകൾ എപ്പോഴും വർദ്ധിപ്പിക്കുക. എപ്പോഴും സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു ശീലമുണ്ടാകണം. ഇത് രണ്ടും മുത്തുനബിയുടെ ശഫാഅത്ത് കിട്ടാൻ കാരണമാണ് എന്ന് പറഞ്ഞാൽ, എപ്പോഴെങ്കിലുമൊക്കെ വഴിപിഴച്ചു പോയാൽ റസൂലുള്ളാഹി തങ്ങളുടെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെട്ട് മടങ്ങി വരാൻ നമ്മുടെ ഈമാൻ ഒന്ന് പൊടി തട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യം അത് കിട്ടണമെങ്കിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ മുത്തുനബിക്ക് വേണ്ടി ബാങ്കിന് ശേഷം സംസാരത്തിലേക്ക് മടങ്ങാതെ ദുആ ചെയ്യുക, സ്വലാത്ത് എപ്പോഴും പെരുപ്പിച്ചുകൊണ്ടിരിക്കുക. അഞ്ചാമത്തൊരു കാര്യമുണ്ട്, എന്നും നന്ദിയുള്ളവരാവുക, നന്ദിയുള്ള മനുഷ്യനാവുക.
അങ്ങനെ നമുക്ക് തന്നോണ്ടിരിക്കുമ്പോഴൊക്കെ കൊള്ളാം. പക്ഷെ ഒരു ദിവസം ഇങ്ങനെ പോയി നോക്കിയപ്പോ എന്റെ ഇല്ല എന്ന് പറഞ്ഞു. അവന്റെ ഉണ്ട്, ഞാൻ കണ്ടു, അവൻ പൈസ പോക്കറ്റ് എടുത്ത് വെക്കണം, അവൻ തന്നില്ല എനിക്ക്. അതോടുകൂടി ആവരുത്. നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരാവുക. എന്ത് ഉപകാരം ചെയ്തു എങ്ങനെയൊക്കെ. ഒന്നാമത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ മനസ്സുകൊണ്ട് സ്വീകരിക്കാം. നമ്മളെപ്പോഴും പടച്ചോനെ അതെനിക്ക് കിട്ടിയില്ല, ഇതെനിക്ക് കിട്ടിയില്ല, അവന്റെ വണ്ടി ഉണ്ട്, അവന്റെ വീട് ഉണ്ട്, അവന്റെ മക്കൾ അങ്ങനെ ആയി, ഇങ്ങനെ നോക്കണതിന് പകരം അള്ളാഹു എനിക്ക് നീ ഇത് തന്നല്ലോ, നമുക്കുള്ള സമാധാനമായി ജീവിക്കുക. അങ്ങനല്ലേ പറഞ്ഞ അല്ലേ പറഞ്ഞ നിങ്ങളുടെ മുകളിലുള്ളവരോ അതെനിക്ക് കിട്ടിയില്ലല്ലോ ഇങ്ങനെ നിങ്ങൾ നോക്കരുത്. നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത്. പരിശുദ്ധ റസൂലുള്ളാഹി ഹദീസിൽ പറയാം. അപ്പോ നമ്മളെക്കാളും താഴെയുള്ളവരെ നോക്കിയ പ്രശ്നം എന്നെ അതുപോലെ ആക്കിയില്ലല്ലോ, എനിക്ക് ഇതൊക്കെ തന്നല്ലോ അല്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പടച്ചവൻ തന്ന നന്ദി കണ്ടെത്തി ദുആ ചെയ്യുമ്പോഴൊക്കെ നമ്മളെ ദുആ സ്വീകരിക്കപ്പെടാൻ ഒരു കാരണം എന്താ? പടച്ചവനോട് നന്ദിപൂർവ്വം പെരുമാറില്ല. അല്ലാഹു എനിക്ക് ഇന്ന് നിസ്കരിക്കാൻ ആരോഗ്യം തന്നല്ലോ, പടച്ചവനെ മറ്റേ ആള് അപ്പുറത്തെ മുട്ടുകുത്തി ഇന്നലെ സങ്കടം പറഞ്ഞേയുള്ള ആ ഉമ്മ മുട്ട് വലിയ വേദന നിസ്കരിക്കാൻ പറ്റുന്നില്ല, കസേരയിലാ നിസ്കരിക്കണേ, പടച്ചവനെ എനിക്ക് തറ, അങ്ങനെ ഒരു നന്ദി. അതുപോലെ എനിക്ക് സമ്പത്ത് കിട്ടിയല്ലോ, എന്റെ മോൻ ഗൾഫിൽ പോയി ഇപ്പൊ വലിയ ബുദ്ധിമുട്ടില്ല, ആ ദുആയ്ക്ക് പടച്ചവനെ എന്റെ മോനെ ബുദ്ധിമുട്ട് മാറ്റണേ എന്ന ദുആയിലേക്ക് കടക്കണതിന് മുമ്പ് അല്ലാഹുവേ ഇതുവരെ എന്റെ മോനെ പോറ്റിയതെല്ലാം നീയാണല്ലോ, എല്ലാം കൊടുത്തല്ലോ അല്ലാ, അവന് ഭാര്യ കൊടുത്തു, മക്കൾ കൊടുത്തു, എല്ലാം കൊടുത്തു, പക്ഷെ ഇപ്പൊ വിഷമത്തിൽ നീ അതുകൂടെ മാറ്റി തന്നെ പടച്ചവനെ. ആ നന്ദി കാണിച്ചിട്ട് പിന്നെ നമ്മൾ ആവശ്യം തേടുക, അതിൽ വലിയൊരു മഹത്വമാണ്. ഒരാളുടെ പൈസക്ക് 1000 രൂപ ചോദിച്ചാൽ ആ കഴിഞ്ഞ വാങ്ങിച്ചു വരൂല, മറിച്ച് വന്നിട്ട് നിങ്ങൾ അന്ന് തന്ന 1000 എനിക്ക് വലിയ ഉപകാരപ്പെട്ടു കേട്ടോ, അതുകൊണ്ട് എനിക്ക് എന്റെ ജീവൻ കൊണ്ടുപോയ ഉടനെ എനിക്ക് വലിയ സഹായമായി, ഇപ്പൊ ഒരു 500 തരോ എന്ന് പറഞ്ഞാൽ അവ ഇല്ലെങ്കിലും തരും. അപ്പൊ അതുപോലെ അള്ളാഹുവിനോട് നന്ദിപൂർവ്വം സമീപിക്കുക. അള്ളാഹു മനസ്സിലാക്കട്ടെ. അതുപോലെ നാവ് കൊണ്ട് പറയണം. ഇപ്പൊ പറഞ്ഞ പോലെ അള്ളാഹ് നിന്റെ നന്ദികൾ പ്രകടമാക്കണം. അതുപോലെ അള്ളാഹുവിനോട് കർമ്മങ്ങൾ കൊണ്ടെടുക്കണം നന്ദിയോട്. അതുപോലെ തന്നെയാണ് എപ്പോഴും മരണത്തിന് വേണ്ടി ദുആ ചെയ്യുക, മരിക്കുമെന്ന ബോധമുണ്ടാവുക. ഒരു മുസ്ലിമായ മനുഷ്യൻ 20 പ്രാവശ്യമെങ്കിലും ഞാൻ മരിക്കും എന്ന് ഓർമ്മിക്കൽ സുന്നത്താണ്. ചില മഹത്തുക്കൾ പറയണത് വാജിബ് പോലെ അതിനെ പരിഗണിക്കണോന്നാ, ഞാൻ മരിക്കുമെന്ന ബോധം വേണോന്നാ. കാരണം ഓരോ സെക്കൻഡിലും, അതല്ലെങ്കിൽ ഏറ്റവും കുറച്ച് പറഞ്ഞാൽ ഒരു ദിവസം 20 വട്ടത്തിൽ അല്ലെങ്കിൽ 70 വട്ടത്തിൽ അല്ലെങ്കിൽ 100 വട്ടത്തിൽ, ഹദീസിലൊക്കെ കാണാം 100 വട്ടമെങ്കിലും അല്ലെങ്കിൽ 70 വട്ടമെങ്കിലും രാവിലെ പ്രഭാതമാകുമ്പോ പ്രദോഷമാകുമ്പോ ഓരോ മിനിറ്റുകളിലോ അസ്റായീൽ നമ്മളെ വീടിന്റെ മുന്നിൽ വന്നിട്ട് ഓ ബഷീറേ നിന്റെ റൂഹ് പിടിക്കാൻ സമയമായിട്ടുണ്ടോ എന്ന് ലിസ്റ്റ് നോക്കി പരിശോധിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രാവിലെ മുതൽ വൈകുന്നേരമാകുമ്പോ എത്രയോ വട്ടം, ഒരു പക്ഷേ 70 വട്ടവും മഗ്‌രിബാകാൻ പോകുമ്പോ നമ്മുടെ വീടിന്റെ മുന്നിൽ അസ്റായീൽ വന്ന് ലിസ്റ്റ് നോക്കി പോയിട്ടുണ്ടാവും. പക്ഷേ ഇന്നൊരു വട്ടം പോലും ഞാൻ മരിക്കുമെന്ന് ചിന്തിച്ചില്ല, ഞാൻ മരിക്കുമെന്ന് ചിന്തിച്ചില്ല. അല്ലാഹുവേ എപ്പോഴും മരിക്കുമെന്ന ബോധത്തോടെ ആ മരിക്കുമ്പോ നല്ല മരണത്തിന് വേണ്ടി ദുആ ചെയ്യുന്നവരാകണം. എന്തിന്? ഈമാൻ നിലനിൽക്കണമെങ്കിൽ മരണത്തെ ഓർക്കണമെന്നാ. ഇനിയോ ഒരാളെയും വെറുപ്പ് വെക്കാതിരിക്കുക. മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവാം, എതിർപ്പുകൾ ഉണ്ടാവാം, പ്രശ്നങ്ങൾ ഉണ്ടാവാം, ആരോടും എനിക്കൊരു വെറുപ്പുമില്ല എന്ന സ്വഭാവത്തിൽ വേണം നമ്മളാവാൻ. അല്ലാഹു അതിന് ഭാഗ്യം തരട്ടെ. നമുക്കെല്ലാം തോന്നുന്ന വലിയ അപകടം ഞാനാണ് നല്ലവൻ, ഞാനാണ് സൂപ്പർ, അവൻ പണ്ടില്ല നടക്കണത് എന്ന് പറയുന്ന സ്വഭാവം മാറ്റിയിട്ട് എന്നെക്കാളും നല്ലത് അവരെന്നെക്കാളും നല്ല സ്വഭാവം ഉണ്ട്, ഞാനാ നന്നാവേണ്ട എന്നൊരു തോന്നൽ നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അതുപോലെ ഈമാൻ നഷ്ടപ്പെടുമോ, ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം വേണം, ഭയം വേണം. എന്റെ ഈമാൻ നഷ്ടപ്പെടുമെന്ന് എപ്പോഴും ഭയക്കണം. അല്ലാഹുവേ നിന്റെ റഹ്മത്ത് കൊണ്ട് എന്റെ ഈമാൻ നഷ്ടപ്പെടുത്തല്ലേ പടച്ചോനെ എന്ന് എപ്പോഴും ദുആ ചെയ്യണം. പിന്നെന്നോ ജീവിതത്തിൽ എപ്പോഴും ഇസ്തിഗ്ഫാർ, തൗബ ചെയ്യണം. ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് എപ്പോഴും പറയണം. അല്ലാഹുവിന്റെ റസൂല് ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്തവർ, തെറ്റ് ചെയ്തു എന്ന് വിശ്വസിച്ച അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താ. അങ്ങനെയുള്ള മുത്തുനബി ചില ഹദീസുകൾ 70 വട്ടം ഇസ്തിഗ്ഫാർ ചെയ്യുമായിരുന്നു, ചില ഹദീസുകൾ 100 വട്ടം ഇസ്തിഗ്ഫാർ ചെയ്യുമായിരുന്നു. അതെന്തിനാ? അല്ലാഹു തന്ന നിഅമത്തുകൾക്ക് പടച്ചോനെ പൊറുക്കണേന്ന് പറയുന്ന പടച്ച റബ്ബിനോടുള്ള ഒരു നന്ദി സൂചകമാണ്, ഒരു നന്ദി സൂചകമാണ്.
അതുകൊണ്ട് അള്ളാന്റെ റസൂല് ഒരു പാപവും ചെയ്യലല്ല, വരാൻ ഒരു സാധ്യതയും ഒരു വാക്കുകൊണ്ട് പോലും ഇല്ലാത്ത, ഒരു ചിന്ത കൊണ്ട് പോലും ഇല്ലാത്ത മുത്തുനബി പോലും ചെയ്തെങ്കിൽ നമ്മൾ എത്ര ചെയ്യണം? ലക്ഷങ്ങൾ ചൊല്ലിത്തീർക്കണം. അപ്പോ എപ്പോഴും ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാകണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. പിന്നെ ഫർളുകൾ ഒന്നും നഷ്ടപ്പെടാതെ വളരെ സൂക്ഷിക്കുക, ഹറാമുകളിൽ പെട്ടുപോകാതെ സൂക്ഷിക്കുക. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ അവൻ മരിക്കുമ്പോ ഈമാനോടെ മരിക്കുമെന്ന് മഹത്തുക്കളായ ഉലമാക്കൾ പറയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് ഭാഗ്യം തരട്ടെ. അലിഷ്ടമനെ ഉണ്ടോ? അല്ലാഹു ഭാഗ്യം തരട്ടെ. അപ്പോ നല്ലൊരു മരണത്തിനും ഈമാൻ നല്ലതുപോലെ നിലനിൽക്കാനുമാണ് നമ്മൾ ഇത്തരം സദസ്സൊക്കെയും ജീവിതത്തിൽ കൊണ്ടുനടക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അക്ഷരാർത്ഥത്തിൽ അതുപോലെ എപ്പോൾ മരിക്കേണ്ടി വന്നാലും പടച്ച തമ്പുരാനെ ആണുങ്ങളെ പോലെ ചങ്കൂറ്റത്തോടെ പുഞ്ചിരിച്ച് മരിക്കാൻ ഭാഗ്യം പടച്ചവനെ. ഒരു സഹോദരി 1000 രൂപയും 70,000 ദിക്ർ. ഈ 70,000 ദിക്ർ നമുക്ക് വേണ്ടി തന്നെ 70,000 ദിക്റോ 1,00,000 ദിക്റോ ഒക്കെ ചൊല്ലി വെക്കാം. അതുപോലെ തന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടി 70,000 ദിക്ർ ചൊല്ലി ഹദിയ ചെയ്താൽ അവന്റെ പാപങ്ങളൊക്കെയും പൊറുക്കുമെന്നും ആരംഭ റസൂലുള്ളാഹി. അപ്പൊ അത്തരം വലിയ ഒരു മഹത്വം നമുക്കുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഒരു സഹോദരി 70,000 ദിക്ർ. ആ മുത്തുനബിയുടെ നെഹ്റും നസ്റുമുള്ള അവിടെ ഇടപെടുന്ന, അവിടെ നോക്കി കാണുന്ന അനുഗ്രഹീതമായ മജ്‌ലിസിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. എല്ലാവിധமான ഖൈറിന്റെ ബറക്കത്തിന്റെ കവാടങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ തുറന്നു തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ എന്തെല്ലാം ആശകളോട് അഭിലാഷങ്ങളോട് ഈ സദസ്സിലോട്ട് കടന്നു വന്ന എന്തെല്ലാം ഉദ്ദേശങ്ങളും മനസ്സിൽ കരുതി ഈ സദസ്സിലേക്ക് സദഖ ചെയ്തോ ഹദിയ ചെയ്തോ ദിക്റും സ്വലാത്തും പടച്ചവനെ പരിശുദ്ധ ഖുർആൻ അടക്കം ഓതി വെച്ചോ അറിയുന്നവൻ നീയാണല്ലോ അല്ലാ. ഒക്കെയും സ്വീകരിക്കണേ അല്ലാ. ഓരോ ഹൃദയങ്ങളും മന്ത്രിക്കുന്ന, ഓരോ ഹൃദയങ്ങളും സ്വപ്നം കാണുന്ന, ഓരോ ഹൃദയങ്ങളും വല്ലാതെ വേദനിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കൊതിയും ഒക്കെയുണ്ടല്ലോ അല്ലാ. അതെല്ലാം അറിഞ്ഞ് ഹാസിലാത്ത് നൽകണേ അല്ലാ, പരിഹരിച്ചു നൽകണേ അല്ലാ. ഇരിക്കുന്ന ഞങ്ങളുടെ മനസ്സിൽ നല്ല ഈമാൻ നിലനിർത്തണമല്ലോ. കാമിലായ ഈമാൻ ഞങ്ങൾക്ക് തരണേ അല്ലാ. ദുന്യവിയായ ജീവിതത്തിൻ്റെതായ പടച്ചവനെ വെപ്രാളങ്ങളിൽ പെട്ടുകൊണ്ട് ഈമാൻ ഒലിച്ചു പോകുന്ന ദുരവസ്ഥ വരുത്തല്ല തമ്പുരാനെ. ഈമാൻ സലാമത്തിലാക്കണേ അല്ലാ. പടച്ച തമ്പുരാനെ, ഒരുപാട് രോഗങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ഞങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് വിഷമങ്ങളുണ്ട് അല്ലാ. ഒക്കെയും പരിഹരിച്ചു തരണേ അല്ലാ. രോഗങ്ങൾക്ക് ശമനം തരണേ അല്ലാ. എല്ലാ രോഗങ്ങൾക്കും നീരാമാട ശമനം തരണേ അല്ലാ. മാരകമായ രോഗങ്ങളിലും ഞങ്ങളെ കൊണ്ട് നീ വലിച്ചിടല്ല തമ്പുരാനെ. അല്ലാഹുവേ, മാരാരോഗങ്ങൾ ഞങ്ങൾക്ക് തരല്ല അല്ലാ. ഹാർട്ട് അറ്റാക്ക് വരല്ല അല്ലാ. ബ്രെയിൻ ട്യൂമർ തരല്ല അല്ലാ. കിഡ്നി തകരാറ് വരല്ല അല്ലാ. ക്യാൻസർ തരല്ല അല്ലാ. സിഫിലിസ് തരല്ല അല്ലാ. പരാലിസിസ് തരല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, കടന്നു പോകുന്ന രോഗങ്ങളെ തൊട്ട് കാത്തോണേ അല്ലാ. ഞങ്ങളെല്ലാം ഓടുമടക്കുമ്പോ പടച്ചവനെ ഉള്ളും പുറത്തും എന്തെല്ലാം ഏതല്ല വിഷമങ്ങളാണ്, പ്രയാസങ്ങളാണ്, പ്രതിസന്ധികളാണ്. നിങ്ങൾക്ക് താഴ്വാട ശമനന്താ അല്ലാ, പരിഹരിച്ചു തരണമല്ല. ഞങ്ങളെ സ്നേഹിച്ചിരുന്നവർ, സഹകരിച്ചിരുന്നവർ ഇവിടെയും വിദേശത്ത് അല്ലാഹുവേ, റമദാനുകളിലും അല്ലാതെയും എപ്പോഴും ഒരുപാട് പണിപ്പെട്ടവരുടെ പടച്ചവനെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും എല്ലാവരെയും സ്വീകരിച്ചവർക്ക് അർഹമായ നിലയിൽ ആസ്വാദനങ്ങൾ സ്വർഗീയ ലോകത്തിന് നൽകണേ അല്ലാ. ദുന്യവിയായ ജീവിതത്തിൽ നേരിടുന്ന വിഷമങ്ങൾ, പ്രതിസന്ധികൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഏതൊക്കെ മുറാദുകളാ ഉള്ളിലുള്ളത് ഒക്കെയും ഹൈറായ നൽകണേ അല്ലാ.
ഞങ്ങളെ കുടുംബങ്ങൾ പടച്ചവനെ ഒത്തൊരുമയുള്ള ഇമ്പമാർന്ന കുടുംബങ്ങളാക്കണേ അല്ലാ, റാഹത്തായ കുടുംബങ്ങളാക്കണേ അല്ലാ, സന്താനങ്ങൾ ഗണങ്ങളല്ലോ ദുനിയാവിലും ആഖിറത്തിലും കണ്ണിന് ആനന്ദമാക്കണേ അല്ലാ, കണ്ണിന് ആനന്ദമാക്കണേ അല്ലാ. മക്കളെ ഓർത്ത് പഠിക്കേണ്ടി വരുന്ന ശ്രമിക്കേണ്ടി വരുന്ന ഗതിയോട് ഞങ്ങളിൽ ഒരാളിലും വരുത്തല്ലോ. ഞങ്ങൾ ഇന്ന് പടച്ചവനെ ആക്സിഡന്റ് പറ്റിക്കിടക്കുന്ന ഇറുഷാദടക്കമുള്ള എത്രയോ സഹോദരങ്ങളാണ്. നീ താപാന ശമനം കൊടുക്കണയല്ല, വിഷമങ്ങളിൽ നിന്ന് പരിഹരിക്കണയല്ല, എല്ലാവരുടെ റാഹത്തും സന്തോഷവും നൽകണേ തമ്പുരാന്. വാഹനാപകടങ്ങളെ തൊട്ട് ഞങ്ങളെയും അവരെയും ഒക്കെ കാത്തോണല്ല, വിഷമത്തിലാക്കല്ല തമ്പുരാന്. ഞങ്ങളുടെ ഉള്ളും പുറത്തുമുള്ള രോഗങ്ങൾ, ടെൻഷനുകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നീ എല്ലാം മാറ്റി തരണേ തമ്പുരാന്. സാമ്പത്തികമായി ഞങ്ങൾക്ക് നീ തന്ന വരുമാന മാർഗങ്ങൾ അതിലൊക്കെയും വർധനവും പറക്കത്തും നിലനിൽപ്പും നൽകണേ തമ്പുരാന്. വിഷമത്തിലാക്കല്ല അസീസിയായ എത്രയും വേഗം പണി പൂർത്തിയാക്കാറുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണേ റബ്ബേ. അതിനുള്ള മാർഗം തുറന്നു വരണമല്ല, എത്രയും വേഗം പൂർത്തിയാക്കി നിങ്ങളുടെ കടക്കണികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ തുറന്നു തരണേ അല്ലാ. അതിന് സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്, എല്ലാവർക്കും അർഹമായ പ്രതിഫലം മരിക്കണ നിമിഷം മുതൽ പടച്ചവനെ ബർസഖിയായ ലോകത്ത് അല്ലാഹുവേ ലോകത്ത് വേണ്ടവോളം ആസ്വദിക്കാം. അവരെ തിരഞ്ഞെടുക്കണേ തമ്പുരാനെ. എല്ലാത്തിനും കൂടി ഹജ്ജ് കഴിഞ്ഞു അല്ലാ, അടുത്ത വർഷമെങ്കിലും ഹജ്ജിന് പോകാനും ഉംറ ചെയ്യാനും മുത്തുനബിയെ സിയാറത്തും തൗഫീഖ് തരണേ തമ്പുരാനെ. അവർ കൊതി ഞങ്ങളുടെ ഹൃദയത്തിൽ തരണേ തമ്പുരാനെ. അതിന് വേണ്ടുന്ന എല്ലാ വട്ടങ്ങളും നീ കൂട്ടിത്തരണേ തമ്പുരാന്. നീ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ. മരിക്കണേന് മുമ്പ് ഹബീബ് മുസ്തഫ തങ്ങള് പതിവരിപോലെ കാണാറുള്ള കൊതിയുണ്ട് റബ്ബേ. സഫലീകരിക്കണേ അല്ലാ, സഫലീകരിക്കണേ അല്ലാ, സഫലീകരിക്കണേ അല്ലാ. ആ മുത്തിനെ കണ്ട് ഈമാനോടെ ഉറക്കെ കലിമ പറഞ്ഞു മരിക്കാം തൗഫീഖ് തരണേ തമ്പുരാനെ. അസീസിയാല പൊന്നുമക്കള് നല്ല ഇൽമും ഹിഫ്ളുമുള്ള മക്കളാക്കണേ തമ്പുരാനെ. നാളെയുടെ വാഗ്ദാനങ്ങളാക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. അടുത്ത സ്വലാത്ത് ജൂലൈ 28-നാണ്. എല്ലാവരും ഓർമ്മ വെക്കുക. ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ ഈ ഒരു ദിവസം ഓർമ്മയിലാക്കി വെക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.